നമസ്കാരം. യുദ്ധോപകരണങ്ങൾക്കായി ഇന്ത്യ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ആയുധം വിൽക്കുന്നു എന്ന വാർത്ത ഏതൊരു ദേശീയവാദിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഇന്ത്യ ഫ്രാൻസിന് ആയുധം വിൽക്കാൻ പോകുന്നു എന്ന വാർത്ത ഏറെ സന്തോഷകരമായി തന്നെയാണ് ദേശീയവാദികൾ ഏറ്റെടുത്തത്. ഒരു കാലത്ത് ആയുധപ്പുരകൾ ഒഴിഞ്ഞുകിടന്ന ഇന്ത്യയിൽ നിന്നാണ് മറ്റൊരു സൈനിക ശക്തിക്ക് ഇന്ത്യ ആയുധം വിൽക്കുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാകയാണ് ഇന്ത്യ ഫ്രാൻസിന് വിൽക്കുന്നത്. അതിവേഗത്തിലുള്ള ഫയറിംഗ് റേഞ്ച്, കൃത്യത എന്നിവ കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച ആയുധമാണ് പിനാക. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ആയുധ വിതരണക്കാരായ ഫ്രാൻസിന് ഇന്ത്യ ആയുധം വിൽക്കുന്നത്. 3 മാസം മുൻപേ ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൻ്റെ മുന്നിൽ പിനാകയുടെ ഒരു ശക്തി പ്രകടനം നടന്നിരുന്നു. വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഫ്രാൻസിലെ സംഘം അന്ന് മടങ്ങിയത്. തുടർച്ചയായ 3 പരീക്ഷണങ്ങളുടെ കരുത്തിൽ ഏറെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പിനാക. 3 മാസം മുൻപ് ഫ്രാൻസിൽ നിന്ന് പ്രതിനിധി സംഘത്തിന് മുൻപിൽ പിനാകയുടെ ശേഷി വെളിവാക്കുന്ന ഒരു പ്രകടനം നടന്നിരുന്നുവെങ്കിൽ അതിൽ ഏറെ തൃപ്തിയോടുകൂടി അവർ മടങ്ങുമ്പോൾ ഏറെ സന്തോഷകരമായി തന്നെയാണ് അത് ദേശീയവാദികൾ സ്വീകരിക്കുന്നതും. അടുത്തിടെയായി പിനാക റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച് ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള മ്യൂണിഷനുകൾ ഉപയോഗിക്കാനും പിനാകയ്ക്ക് കഴിയും. ഇതിലൂടെ ലക്ഷ്യസ്ഥാനങ്ങളെ വൻതോതിൽ പ്രഹരമേൽപ്പിക്കുവാനും പിനാകയ്ക്ക് സാധിക്കും. പിനാക ഏതൊരു റോക്കറ്റ് സിസ്റ്റത്തിലും വലിയ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അർമേനിയയ്ക്ക് ഇതിനോടകം തന്നെ ഇന്ത്യ ഇത് വിറ്റിരുന്നു. സത്യത്തിൽ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായി തീർന്നതും ഇതാണ്. അസർബൈജാൻ ഇതിൽ ഏറെ പ്രശ്നമുണ്ടാക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് വരെ ഉലച്ചിലുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനും തുർക്കിയും കൂടി ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഇന്ത്യക്ക് വിറ്റ ആയുധങ്ങൾ ഇന്ത്യ മറിച്ചു വിൽക്കുന്നു, അത് അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്ന തരത്തിൽ ഇസ്രായേലിനെ ഈ വിവരം അറിയിക്കുകയും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളൊരു ബന്ധം വഷളാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ തന്നെ ഇത് തള്ളിക്കളയുകയും ചെയ്തു. അമേരിക്കൻ റോക്കറ്റ് സിസ്റ്റമായ ഹിമാഴ്സിനും റഷ്യൻ ടൊർണാഡോയ്ക്കും ഏറ്റുമുട്ടാൻ പോലും കഴിയാത്ത വിധത്തിൽ ശക്തമായിരിക്കുന്നു പിനാക എന്ന് വേണമെങ്കിൽ പറയാം. കാർഗിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ മിസൈലുകളെ തകർത്തെറിയുവാനും ഇന്ത്യ പിനാക ഉപയോഗിച്ചിരുന്നു. നിലവിൽ പിനാകയുടെ പ്രഹരശേഷി 75 മുതൽ 90 മീറ്റർ വരെയാണ്. 120 മുതൽ 130 വരെ കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് പിനാകയുടെ റേഞ്ച് ഉയർത്തിയിട്ടുമുണ്ട്. MK4 പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പരിധി 300 കിലോമീറ്റർ വരെ ഉയർത്തുവാനും സാധിക്കും. റോക്കറ്റ് സിസ്റ്റങ്ങളുടെ റാങ്കിൽ പിനാക ടോപ്പ് 5-ൽ തന്നെ ഉണ്ട്. അമേരിക്കൻ സംവിധാനത്തിൻ്റെ പരിധി 300 മുതൽ 499 കിലോമീറ്റർ വരെയാണ്. റഷ്യയുടെ 120 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. പരിധി കുറവാണെങ്കിലും പിനാകയുടെ ശേഷി ഇവയേക്കാൾ ഏറെ കൂടുതലാണ്. 44 സെക്കൻഡിൽ 12 റോക്കറ്റുകൾ പിനാക വിക്ഷേപിക്കുമ്പോൾ അമേരിക്കൻ ഹിമാസിന് 45 സെക്കൻഡിനുള്ളിൽ 6 റോക്കറ്റുകൾ മാത്രമേ വിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ. അമേരിക്കൻ റോക്കറ്റ് സിസ്റ്റത്തേക്കാൾ ഇത് പിനാകയുടെ ശക്തി 10 മടങ്ങായി കാണിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത ഇതിൻ്റെ വിലയാണ്. അമേരിക്കൻ റോക്കറ്റ് സിസ്റ്റത്തിന് 19.5 കോടി രൂപ മുടക്കേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് ഇത് 2.3 കോടി രൂപ ചെലവിൽ പിനാക നിർമ്മിക്കുവാൻ കഴിയും. അത് വിപണനം ചെയ്യുവാനും കഴിയും. ഫ്രാൻസിലെ പോലെ ആധുനികമായ സൈനിക ശേഷിയുള്ള രാജ്യം ഇന്ത്യൻ ഹാർഡ്വെയർ വിപണിയിലേക്ക് എത്തുന്നതും ഇന്ത്യൻ ഹാർഡ്വെയറുകൾ വാങ്ങുന്നതും ഇന്ത്യയെ ഒരു ആയുധ നിർമ്മാണ രാജ്യം എന്ന നിലയിൽ അതിൻ്റെ ഗ്രാഫ് ഏറെ ഉയർത്തിയിരിക്കുകയാണ്. ഏറെ അസൂയാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ഇന്ത്യയുടെ ആയുധ നിർമ്മാണ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇന്ത്യ ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.